ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം ആ ലെവലിലാണ് PK കുഞ്ഞാലിക്കുട്ടി എത്തി നിൽക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ളൊരു വിവരം നമുക്ക് നോക്കാം. ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം, ഏറ്റവും കുറവ് ഭൂരിപക്ഷം എന്നുള്ള നിലയിൽ ആരൊക്കെയാണ് നിൽക്കുന്നത്? നമ്മൾ ഇത്രയും നേരം പറഞ്ഞു പോയതുപോലെ അല്ലേ അക്ഷയ? ഏറ്റവും കൂടുതൽ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷം എന്നുള്ള നിലയിൽ നിൽക്കുന്നത് അത് PK കുഞ്ഞാലിക്കുട്ടിയാണ്. 87,327 വോട്ടുകൾ. ഇത് കേരള സംസ്ഥാന നിയമസഭാ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷമാണ്. PK കുഞ്ഞാലിക്കുട്ടി വേങ്ങരയിൽ നിന്നും മലപ്പുറം നിയമസഭാ മണ്ഡലത്തിലേക്ക് എത്തി അദ്ദേഹം നേടിയിരിക്കുന്ന ഭൂരിപക്ഷമാണ്. അരുൺ പറഞ്ഞ പോലെ വോട്ടല്ല, ഭൂരിപക്ഷമാണത്. വലിയ കേക്കും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ടൊക്കെ എങ്ങ് നോക്കിയാലും ആഘോഷം മാത്രമാണ്. സ്വാഭാവികമാണ്, ഇന്നത്തെ ദിവസം ആഘോഷിക്കാനുള്ള എല്ലാ അവകാശവും അത് UDF-ന് മാത്രമുള്ളതാണ്. തുടക്കം മുതൽ തന്നെ പുതുയുഗ യാത്ര മുതൽ വേണമെങ്കിൽ പറഞ്ഞു ടീം UDF ആയി പ്രവർത്തിച്ചു. ഒരു തരത്തിലുള്ള തർക്കങ്ങളും ഇല്ലാതെയുള്ള പ്രവർത്തനം വേണമെന്നുള്ള ആഹ്വാനം നടത്തി. നിലപാടുകളുടെ രാജകുമാരൻ എന്നാണ് VD സതീശനെ പറയുന്നത്. അങ്ങനെ മറ്റുള്ളവരെ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടു. വിജയിക്കാൻ എവിടെയൊക്കെ ആരെയൊക്കെ ചേർത്ത് പിടിക്കേണ്ടതുണ്ടോ അവിടെയൊക്കെ വിസ്മയങ്ങളെ തന്നെ കളത്തിലിറക്കി കൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ടു. വിസ്മയങ്ങളെ ഇറക്കിയാൽ പാർട്ടിക്കാർ, പാർട്ടി അണികൾ, പാർട്ടി പ്രവർത്തകർ അവർക്ക് വോട്ട് ചെയ്യില്ല എന്നുള്ള താക്കീതുകൾ, അങ്ങനെയുള്ള പ്രചാരണങ്ങൾ ഒരു കോണിൽ നിന്ന് വന്നപ്പോൾ അതിനെയൊക്കെ പൂർണ്ണമായും തള്ളി. അങ്ങനെ ഇതാ ഇപ്പോൾ എന്തായാലും അങ്ങനെ ഒരു തരത്തിലേക്കുള്ള വിജയത്തിലേക്ക് UDF എത്തിച്ചേരുന്നു എന്നുള്ളതാണ്. UDF-നെ സംബന്ധിച്ചിടത്തോളം ടീം UDF ആയിക്കൊണ്ടുള്ള ഒരു വിജയത്തിലേക്ക് UDF. ഏറ്റവും കുറവ് ഭൂരിപക്ഷം അത് മണലൂരിൽ C. രവീന്ദ്രനാഥനാണ്. C. രവീന്ദ്രനാഥും ഈ പറയുന്ന പോലെ തന്നെ പരാജയപ്പെടുമോ എന്നുള്ള തരത്തിലേക്കൊക്കെ എത്തിയിരുന്നു മണലൂരിൽ TN പ്രതാപനോട്. അപ്പോൾ എന്തായാലും ഏറ്റവും ഒടുവിൽ ആ വിജയത്തിലേക്ക് അദ്ദേഹം എത്തുകയാണ്. C. രവീന്ദ്രനാഥ് 126 വോട്ടുകൾക്കാണ് അദ്ദേഹം വിജയിച്ചേർന്നത്. ഇതൊന്നും അത്ര, അതായത് നമ്മുടെ ചരിത്രത്തിൽ ചെറിയ എന്നൊന്നും പറയാനാവില്ല. ഇതിലും ചെറിയ ഭൂരിപക്ഷത്തിനൊക്കെ ആളുകളാണ് ഏറ്റവും കൂടുതൽ പോയി അത് ചരിത്രമായിട്ടൊന്ന് രേഖപ്പെടുത്തി എന്നുള്ളതാണ് PK കുഞ്ഞാലിക്കുട്ടിയുടെ ഉയർന്ന ഭൂരിപക്ഷം. അത് കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രമാണ്. പക്ഷേ ഈ കുറഞ്ഞ ഭൂരിപക്ഷം, ഇതിലും കുറഞ്ഞിട്ടൊക്കെ ആളുകൾ വിജയിച്ച് നിയമസഭയിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും അഴീക്കോടും ഒപ്പം തന്നെ മണലൂരിൽ നിന്നുമാണ് LDF സ്ഥാനാർത്ഥികൾ കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ സഭയിലേക്ക് എത്തുന്നത്.